വൈകുന്നേരത്ത് സ്കൂൾ ട്രിപ്പ് എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്തുണ്ട് നമ്മളെ ഒന്നാം ഗേറ്റിൻ്റെ അടുത്ത് ഗേറ്റ് അടവ് വേണമെന്ന്. അങ്ങനെ ഒന്നും നോക്കിയില്ല മക്കളെ. ഇവിടെ കയറുകയും ചെയ്തിട്ട് ഞാനെന്ത് പണി ചെയ്ത് 10 റുപ്യേൻ്റെ കടല വാങ്ങാമെന്ന് വിചാരിച്ച്. ഓട്ടോറിക്ഷ വിളിച്ച് പോകേണ്ടി ഞാനെന്താക്കി 10 റുപ്യയിൽ ഇങ്ങ് ചുരുക്കിട്ടോ. മൂപ്പരോട് കുറേ നേരം കഥയൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ മൂപ്പരോട് പറഞ്ഞ് ഇൻസ്റ്റയിലൊന്ന് ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ മൂപ്പരാണ് മക്കളോട് ഞാൻ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ 10 റുപ്യേൻ്റെ കടല ഞാൻ എന്താക്കി മൂപ്പരോട് ഇങ്ങ് വാങ്ങി. മൂപ്പർക്ക് ഭയങ്കര സന്തോഷമായി കടല വാങ്ങിയതിനെ കൊണ്ട്. ഫസ്റ്റ് ഞാനാ വാങ്ങിയതെന്നാണ് മൂപ്പർ പറയുന്നത്. അങ്ങനെ ഞാൻ കടല എടുത്തിട്ട് ഇടത്തേക്ക് പോയി നമ്മളെ റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടക്കുക കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോറിക്ഷ പിടിക്കാൻ 60 റുപ്യ വേണ്ടി വരും. അതുകൊണ്ട് ഞാൻ എന്താക്കി എൻ്റെ അടുത്ത് ആകെ 10 10 റുപ്യയും കൊടുത്തിട്ട് കടലയും വാങ്ങി കടലയും തിന്നുകൊണ്ട് ഇങ്ങനെ നടന്ന്. എത്ര ആൾക്കാർ ഇങ്ങനെ പോയിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. എന്താ അധികം ആൾക്കാരും ഇങ്ങനെ നടക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരും പിന്നെ കടല തിന്നാനുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് പോലെല്ലാം ഇങ്ങനെ നടക്കുക എന്നൊക്കെ പറയുന്ന കേട്ടേക്ക്. അങ്ങനെ ഞാൻ ഇവിടെ എത്തിയതിനു ശേഷം ഞാൻ മൂപ്പരോട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഗേറ്റ് അടച്ചോ എന്ന് പറഞ്ഞതിന് ശേഷം മൂപ്പർ ഗേറ്റ് അടച്ചിട്ടോ. അന്നേരം എന്നോട് വെച്ച് പോകുന്നില്ലെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇൻസ്റ്റയിലൊന്ന് ഫോളോ ചെയ്തേക്ക്. പിന്നെ എല്ലാവരോടും പറയണം ഇൻസ്റ്റയെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളെന്താക്കി അവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് സുധാരേട്ടനെ കണ്ട് എന്തായാലും സുധാരേട്ടനെ കൊണ്ടൊന്ന് ഫോളോ ചെയ്യിപ്പിച്ച് സ്കൂൾ